ഓം ശാന്തി. ശാന്തി ഒരു വലിയ ശക്തിയാണ്. ശാന്തിയുടെ സമ്പത്ത് ഒരാൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ ലോകത്തിൽ കീഴടക്കാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെയില്ല. സ്വയം ഭഗവാൻ, സർവശക്തനായിരിക്കുന്ന ഈശ്വരൻ, ഈ പ്രപഞ്ചനാഥൻ ശാന്തിയുടെ സാഗരാണ്. അഗാധമായ ശാന്തിയിൽ നിന്ന് ഒരു സങ്കല്പം വന്നാൽ പോലും ആ സങ്കല്പം വളരെ ശക്തമായിരിക്കുന്ന ഊർജമായി പ്രവഹിക്കുകയും അതെവിടെ വേണോ അവിടെ പോയിട്ട് ഹിറ്റ് ചെയ്യുകയും റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൗണ്ട് ഇൻ ദ വേൾഡ് ഈസ് സൈലൻസ് എന്ന് പറയാറുണ്ട്. ഈ ലോകത്തിലെ അതിമധുരമായ ഒരു ശബ്ദമുണ്ട് എങ്കിൽ അത് സൈലൻസ് ആണ്. സ്വീറ്റ് സൈലൻസ് എന്ന് സൈലൻസിന് പറയാറുണ്ട്. മൗനം ശക്തിയാണ്. ഒരുപാട് വലിയ വലിയ ആളുകൾ, സമ്പന്നന്മാരായ ഒത്തിരി ആളുകളുടെ ലൈഫ് നോക്കിയാൽ അവർ ജീവിതത്തിൽ ദിവസവും കുറച്ച് സമയം അവനവൻ്റെ സൈലൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവരാണ്. എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വളരെ ഫേമസ് ആയ എഴുത്തുകാരനായിട്ടൊരാൾ. എന്തുകൊണ്ട് പേര് പറയണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം എപ്പോഴും തൻ്റെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ പുറത്ത് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷേ ഒരു ഉദാഹരണത്തിന് പറ്റിയ ഒരാളായതുകൊണ്ട് മാത്രം ഞാനിത് പറയുന്നുള്ളൂ. ഒരു ദിവസം രാവിലെ 8:30 ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. ഒരു 7 നേരത്തെ അദ്ദേഹത്തിന് ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുത്തില്ല. 8:15 തിരിച്ചെന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ 8 മണിക്ക് മുന്നേ എന്നെ വിളിക്കരുത്, അതെൻ്റെ സ്വന്തം സമയമാണ്. എൻ്റെ മൗനം, എൻ്റെ സാധന, എൻ്റെ പൂജ, എൻ്റെ പഠനം, ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന സമയമാണ്. 8 മണിക്ക് ശേഷം എൻ്റെ ഫുൾ ടൈം ഞാൻ സേവനത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും മാറ്റിവെക്കും. പക്ഷേ 8 മണി വരെയുള്ള സമയം എൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് ദിവസവും രാവിലെ ഉണർന്ന് കുറച്ച് സമയം സൈലൻസിൽ അവനവന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ചിലവഴിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഘടകമാണ്. നമ്മൾ എന്നും വെട്ടുന്നതായിരിക്കുന്നൊരു വാളാവട്ടെ, അതല്ലെങ്കിൽ ഒരു കൊടുവാളാവട്ടെ, അതിനെ മൂർച്ച വെപ്പിക്കാതെ വീണ്ടും വീണ്ടും വെട്ടിക്കൊണ്ടേയിരുന്നാൽ അത് ഒരിക്കലും ഈസി ആയിട്ട് സാധനത്തെ മുറിക്കാൻ നമ്മളെ സഹായിക്കില്ല. അതുപോലെ ഡെയിലി അവനവൻ്റെ ബിസി ഷെഡ്യൂളിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ സമയത്ത് നമ്മളെ തന്നെ മൂർച്ച വെപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് കുറച്ച് സമയം അവനവന് വേണ്ടി ചെലവഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വാറൻ ബഫറ്റ്, സമ്പന്നന്മാരിൽ അതിസമ്പന്നന്മാരിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ ഡെയിലി ലൈഫിൽ 5 മുതൽ 6 മണിക്കൂർ വരെ പഠിക്കാൻ വേണ്ടിക്കൊണ്ടാണ് ചെലവഴിക്കുക. ലോകത്ത് പലരും ഒരാൾ പറയുമ്പോൾ നമ്മൾ മൗനമായിട്ട് പ്രതികരിക്കുമ്പോൾ അതിന് അവരുടെ ബലഹീനതയായിട്ട് പറയാറുണ്ട്. പക്ഷേ വാസ്തവത്തിൽ മൗനം ബലഹീനതയല്ല, മൗനം വളരെ ശക്തിയാണ്. ഒരു 90% ആൾക്കാരെ നിങ്ങൾ നോക്കിക്കോളൂ, എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല, ഞാൻ പറഞ്ഞു പോവും എന്ന് പറയുന്നവരായിരിക്കും 90% ആളുകൾ. തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് വേണ്ടിടത്ത് മാത്രം സംസാരിക്കുന്നവരായിരിക്കും 10% ആളുകൾ. വേണ്ടത് മാത്രം സംസാരിക്കുന്ന ആളുകളായിരിക്കും 1% ആളുകൾ. ആ 1% ആളുകളാണ് ഈ ലോകത്തിൻ്റെ നെറുകയിലിരിക്കുന്ന ശക്തിശാലികളായിരിക്കുന്ന വിജയികളുടെ ലിസ്റ്റിൽ, ലോക നേതാക്കന്മാരുടെ ലിസ്റ്റിലൊക്കെ കാണുക ഇത്തരത്തിൽ വളരെ കുറച്ച് മാത്രം ആവശ്യമായത് മാത്രം സംസാരിക്കുന്നവരെയാണ്. അതുകൊണ്ട് പരമാത്മ മഹാവാക്യത്തിൽ എന്നും പറയാറുണ്ട്, കം ബോലോ ധീരെ ബോലോ മീഠേ ബോലോ എന്ന്. വളരെ കുറച്ച് സംസാരിക്കണം, മധുരമായി സംസാരിക്കണം, പതുക്കെ സംസാരിക്കണമെന്ന്. എന്ത് നമുക്ക് പറയാനുണ്ടോ ആ കാര്യത്തെ കൃത്യമായി നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന സംഘർഷവും ഇല്ലാതാക്കണം. മനസ്സിൻ്റെ ശാന്തിയും വാക്കുകളിലെ ശാന്തിയും രണ്ടും വേണം. മനസ്സിൻ്റെ മൗനം നമുക്ക് ആചരിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന് കൃത്യമായിരിക്കുന്ന പോസിറ്റീവ് തോട്ട്സ് കൊടുത്തുകൊണ്ട് കുറഞ്ഞ സമയത്തേക്കെങ്കിലും ആ തോട്ട്സിൽ മാത്രം നിലനിൽക്കാൻ വേണ്ടിക്കൊണ്ടുള്ള പ്രാക്ടീസ് അനിവാര്യമാണ്. അതുകൊണ്ട് വാറൻ ബഫറ്റ് തൻ്റെ വാക്കുകളിൽ പറയാറുണ്ട്, നിങ്ങൾ കുറച്ച് മാത്രം സംസാരിക്കുകയും അധികം കേൾക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാം. പറയാറ്, നിങ്ങൾ കേൾക്കുന്ന നല്ലൊരു ലിസണർ ആവുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് 100% നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. പറയുന്ന സമയത്ത് 50% നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് നന്നായി കേട്ടാൽ നന്നായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. നന്നായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചാൽ അതിൻ്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ കർമ്മങ്ങളിലെ ജയവും നിങ്ങൾക്ക് ധനത്തിൻ്റെ പ്രവാഹവും. അതുകൊണ്ട് മനസ്സ് അശാന്തമാകുമ്പോൾ വേണ്ടതും വേണ്ടാത്തതുമായ ചിന്തകളുടെ സംഘർഷം, മനസ്സിൽ നിന്ന് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സങ്കല്പങ്ങളുടെ വൈബ്രേഷൻ മിശ്രണമായി ചെയ്യുകയും
അത് വീക്ക് ഓറയും വീക്ക് വൈബ്രേഷനും ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് വരാൻ വെച്ച കാര്യം പോലും എനിക്ക് കിട്ടി എന്ന് എനിക്ക് ഉറച്ചു, ഈ ഒരു ഡീൽ എനിക്കുള്ളതാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അത് വേറെ ആരോ കൊണ്ടുപോയി എന്ന് പറയുന്നു. ഈ കാര്യം എനിക്ക് തരാമെന്ന ഒരു വാക്ക് പറഞ്ഞതാണ് ഇങ്ങനൊരു സംഖ്യ, പക്ഷേ ഞാൻ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നു എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നു എന്ന് പറയുന്നു. നമ്മൾ അവരെ പഴിക്കും, അവരെന്നോട് അങ്ങനെ പറഞ്ഞതാ ഇങ്ങനെ പറഞ്ഞതാ എന്നെ പറ്റിച്ചു എന്നൊക്കെ. പക്ഷേ വാസ്തവികത അത് നിങ്ങളിലേക്ക് എത്തത്തക്ക രീതിയിൽ നിങ്ങളെ പവർഫുൾ ആക്കിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ശാന്തമായി മധുരമായി അല്പം സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ കൃത്യമായി സംസാരിക്കാൻ പറ്റും. ഒരിക്കലും അനാവശ്യമായിട്ട് കുറേ സംസാരിച്ച് ആരെന്തൊക്കെയോ പറഞ്ഞ് എല്ലാത്തിലും കയറി ഇടപെട്ട് നിങ്ങൾ വേണ്ടാത്ത വിവാദങ്ങളിൽ പോയി, വേണ്ടാത്ത ക്രിറ്റിസിസത്തിൽ വിമർശനങ്ങളിൽ പോയിക്കൊണ്ട് സ്വന്തം മനസ്സും സ്വന്തം വൈബ്രേഷനും നമ്മളിലേക്ക് ഒഴുകി വരുന്ന വൈബ്രേഷനും നെഗറ്റീവ് ആക്കിക്കൊണ്ട് നമുക്കുള്ള ബ്ലോക്കുകൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് എവിടെയൊക്കെ മൗനം പാലിക്കാമോ അവിടെയൊക്കെ മൗനം പാലിക്കുക. ഒരാൾ നിങ്ങളെ കുറ്റം പറയാമെന്ന് വിചാരിച്ചോട്ടെ, ഒരു കാര്യം പണ്ടുള്ള കാരണന്മാർ, നമ്മുടെ മുന്നിലുള്ള ആൾക്കാർ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്, അവരെ വാക്ക് നിൻ്റെ മേൽ വന്ന് ഒട്ടിയിട്ടൊന്നുമില്ലല്ലോ, പറയുന്നവർ പറഞ്ഞങ്ങ് പൊക്കോട്ടെ എന്ന്. അതിന് മനസ്സിനെ ശക്തമാക്കണം. ശാന്തിയുടെ ശക്തിയിലൂടെ മനസ്സിനെ പവർഫുള്ളാക്കി മാറ്റിയാൽ അതിലെ പ്രകമ്പനങ്ങൾ പോലും മറ്റുള്ളവരെ സൈലൻ്റ് ആക്കാറുണ്ട്. പലപ്പോഴും അനുഭവമുണ്ട്, പലപ്പോഴും പല വീട്ടുകാരുടെ ആളുകൾക്കും ഇഷ്ടമില്ലാതെ സിസ്റ്ററോട് അങ്ങനെ പറയും, അല്ലെങ്കിൽ ഇവരോട് ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ വരും. പക്ഷേ അവർ വന്നു കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ സംസാരിച്ച് നമ്മൾ കൊടുക്കുന്ന പ്രസാദം എന്താണെങ്കിൽ കഴിച്ചു പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. വൈബ്രേഷൻ പോസിറ്റീവ് ആകുമ്പോൾ കുറച്ച് സംസാരിക്കാനും ശാന്തിയുടെ ശക്തി നിറയ്ക്കാനും സാധിച്ചാൽ മുന്നിൽ വരുന്ന ആൾക്കാർ തന്നെത്താൻ ശാന്തമായി പോകും. അതിന് നിങ്ങളുടെ ഓറയെ പവർഫുള്ളാക്കി മാറ്റിയാൽ, ഓറ പവർഫുൾ ആകുമ്പോൾ, മനസ്സ് ശാന്തമാകുമ്പോൾ, ശാന്തമായ സങ്കല്പങ്ങളുടെ വേവ് ലെങ്ത് സ്ട്രോങ് ആയിരിക്കും. അത് അതിശക്തമായിരിക്കുന്ന തരംഗങ്ങളായിക്കൊണ്ട് ധനത്തിൻ്റെ തരംഗങ്ങളോളം ചെന്നെത്തുകയും നിങ്ങളിലേക്ക് ധനം ആകർഷിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് പഠനം എന്നതൊരു മനുഷ്യന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഘടകമാണ്. 5-6 മണിക്കൂർ ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എങ്കിലും ഒരു ദിവസം 1 മണിക്കൂർ സമയമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചേർത്തുകൊണ്ട് രാവിലെ 10 മിനിറ്റ്, ഉച്ചയ്ക്ക് 10 മിനിറ്റ്, വൈകുന്നേരം 10 മിനിറ്റ്, എങ്ങനെയെങ്കിലും നമുക്ക് വേണ്ടതായിരിക്കുന്ന കുറച്ച് സമയം വായിക്കാനും പഠിക്കാനും, ഒന്നുകിൽ നല്ല വീഡിയോ കാണാം, അല്ലെങ്കിൽ നല്ല ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കുക, അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുക, അതല്ലെങ്കിൽ അത്തരം സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലൂടെ നിങ്ങളുടെ ഓറയെ പവർഫുള്ളാക്കുക. നമ്മുടെ സൈലൻസിനെ, എത്ര നല്ല വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ടോ തന്നെത്താൻ നമ്മുടെ മനസ്സ് ശാന്തമാവാൻ തുടങ്ങും. ആ മനസ്സിനെ ശാന്തമാകുന്ന ഫ്ലോയിൽ നമ്മൾ ഡെയിലി റൂട്ടീൻ പ്ലാൻ ചെയ്ത് നോക്കുക. അത് ചെയ്യാനുള്ളതായിരിക്കുന്ന ശക്തി നിങ്ങൾക്ക് കിട്ടും. ശാന്തി എന്നത് അത്യധികം മഹത്തരമായിരിക്കുന്ന ഒരു ശക്തിയാണ്. ആ ശക്തിയെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട് ഡെയിലി രാവിലെയും രാത്രിയും കുറച്ചു സമയം മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുക. സന്ധ്യയ്ക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, പറയാറുണ്ടല്ലോ സന്ധ്യാസമയത്ത് എപ്പോഴും ദേവതമാർ ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രവാഹമുള്ള സമയമാണ് എന്ന്. സന്ധ്യാസമയത്ത് സാധിക്കുന്നവരെല്ലാം, വീടുകളിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഓഫീസ് അടച്ച് വീട്ടിലെത്തുമെങ്കിൽ സന്ധ്യാസമയം കുറച്ച് മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കാമെങ്കിൽ, നല്ല കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും സമയം കണ്ടെത്താമെങ്കിൽ, മനസ്സിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കാമെങ്കിൽ, പ്രഭാതത്തിൽ ഉണർന്ന് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്ത് നല്ല കാര്യങ്ങൾ പഠിച്ച് വിഷ്വലൈസ് ചെയ്ത് ദിവസവും നമുക്ക് വേണ്ടതായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഈശ്വരനുമായി അത് പങ്കുവെച്ചുകൊണ്ട് തൻ്റെ ഓരോ കർമ്മങ്ങൾ ചെയ്യും മുന്നേ ഇത് ചെയ്യാണ് കേട്ടോ എന്ന് ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഈശ്വരൻ്റെ സാമീപ്യവും പ്രസൻസും അനുഭവിക്കാനും ആ ശാന്തിയും ശക്തിയും നിങ്ങളെ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റാനും നിങ്ങളുടെ ഓരോ വാക്കുകളും വരദാനങ്ങളാക്കി മാറ്റാനും സാധിക്കും. ശാന്തിയുടെ ശക്തി നിങ്ങളുടെ മനസ്സിനെ സമൃദ്ധമാക്കി മാറ്റും. സമൃദ്ധമായ മനസ്സിൽ നിന്ന് ശക്തിശാലിയായിരിക്കുന്ന വൈബ്രേഷൻ അത് നിങ്ങളിലേക്ക് ധനത്തെ സഹജമായി എളുപ്പത്തിൽ ഒഴുകി വരുന്നതിനുള്ളതായിട്ടുള്ള ഘടകമാക്കും. അതുകൊണ്ട് എത്ര മനസ്സ് ശാന്തമാകുന്നു അത്രയും സമ്പത്ത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കങ്ങനെ ശാന്തമായ മനസ്സും ശക്തമായ മനസ്സും സമ്പത്ത് നിറഞ്ഞതായിരിക്കുന്ന ഒരു ജീവിതവും ഉണ്ടാകട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.